ജെൻഡർ ഇക്വാലിറ്റിയെ പറ്റി സംസാരിക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ബയോളജിക്കലി ആണായിട്ടും പെണ്ണായിട്ടും ആണ് നമ്മൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള ശരീരഘടനയും ഹോർമോണുകളും ജനറ്റിക് മേക്കപ്പും എല്ലാം വ്യത്യസ്തമായിരിക്കും. ചെറിയ കാലം മുതൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കൾ, ആൺകുഞ്ഞാണെങ്കിൽ അവരെ വളർത്തുന്ന ശൈലിയും അവരെ വളർത്തേണ്ടുന്ന രീതിയും പെൺകുട്ടികളെ പോലെയല്ല, വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ ഒരു പെൺകുഞ്ഞിനെ മടിയിലിരുത്തി താലോലിക്കുകയും അതിനെ കൊഞ്ചിക്കുകയും ചെയ്യുന്നത് അതിന് ഒരുപാട് ഇഷ്ടമാണ്. ആൺകുട്ടിക്ക് അത് ഇഷ്ടമാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന പുറത്തു പോയി കളിക്കുമ്പോഴാണ്. അവൻ്റെ ശരീരവും അവൻ്റെ ജീനും ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ കൂടുതൽ എൻഗേജ്ഡ് ആകാനും ഫിസിക്കൽ ചാലഞ്ചസ് ഏറ്റെടുക്കാനും അതിനെ ഓവർകം ചെയ്ത് കളിക്കാനും ഓടാനും ചാടാനും ക്ലൈംബ് ചെയ്യാനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. ആൺകുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ പെൺകുട്ടികൾ കൂടുതലും ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് കൂടുതലുള്ളവരാണ്. അവർക്ക് പാട്ടുകളും അവർക്ക് ആക്ഷൻ സോങ്സും അവർക്ക് കളികളും ഡോൾസും അവരെ പാമ്പർ ചെയ്ത് വളർത്താൻ അവർ ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നവരാണ്. ആൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു ഇമോഷണൽ ഹാപ്പിനെസ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഗേൾസിന് വളരെ ആവശ്യമാണെങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ അവരെ ഹാപ്പിയാക്കുന്ന കൂടുതൽ അതിലുള്ള ഇമോഷണൽ കണ്ടന്റ് ആണ്. മാതാപിതാക്കൾ അവരോട് സംസാരിക്കുന്നതും അവരുടെ കൂടെ കളിക്കുന്നതും അവർക്ക് പാട്ട് പാടി കൊടുക്കുന്നതും കൊഞ്ചുന്നതും അവരെ ഹഗ് ചെയ്യുന്നതും ഗേൾസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ബോയ്സിനെ പോലെ തന്നെ ആൺകുട്ടികൾക്ക് ഇമോഷണൽ നീഡുണ്ട്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഫിസിക്കൽ നീഡും ഉണ്ട്. പക്ഷേ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വളർത്തുന്ന പേരൻസ് ഈ ഒരു കാര്യം നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ല ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നേരെ മറിച്ച് ഒരു കുഞ്ഞ് പെൺകുട്ടി അവൾ പെൺകുട്ടിയെ പോലെ തന്നെ വളർന്നു വരുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയോ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷനോ തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവൾക്കുണ്ട്. പക്ഷെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ ആ കുട്ടിയുടെ ജനിതകപരമായിട്ടുള്ള പ്രത്യേകതകളും അവളുടെ ബയോളജിക്കലായിട്ടുള്ള വ്യത്യസ്തതയും നമ്മൾ മനസ്സിലാക്കി വേണം കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരാൻ.